23-ാം തീയതിയാണ്. ജാനുവരി 12-ന് വൈകിട്ട് 4:30 അടൂർ മലയിൽ നിന്നും തിരുവാഭരണം എഴുന്നള്ളിച്ച് കൊണ്ടുവരും. വാദ്യാഘോഷയാത്രയോടുകൂടിയാണ് കാലത്തിൻ്റെയും അകമ്പടിയോടുകൂടി. അത് ഏകദേശം 7:15 ആകുമ്പോഴേക്കും ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തും. അത് കഴിഞ്ഞ് തിരുവാഭരണം ചാർത്തി കൃത്യം മറ്റ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം രാത്രി 8 മണിക്ക് നടന്നു തുടങ്ങും. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് നമ്മുടെ ആലുവ MLA ശ്രീ അൻവർ സാദത്ത് ഒരു അവലോകന യോഗം ആലുവ PWD റെസ്റ്റ് ഹൗസ് വെച്ച് പോവുകയുണ്ടായി. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് പുറമെ അവിടെ അസിസ്റ്റന്റ് കളക്ടർ ശ്രീമതി നീല അതിലെല്ലാം പങ്കെടുത്തിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും വ്യക്തമായ നിർദ്ദേശങ്ങൾ എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും കൊടുത്ത് അതനുസരിച്ച് അവർ വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മേജർ ഇറിഗേഷനെ സംബന്ധിച്ചിടത്തോളം മറ്റേ ഫ്ലഡ് റിലീഫിൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ച് കളക്ടറുടെ പ്രത്യേക താല്പര്യമെടുത്ത് നമ്മുടെ കുളിക്കടവുകൾ നന്നാക്കിയിട്ടുണ്ട്. പിന്നെ ഈ തവണ നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വെർച്വൽ ക്യൂവും സാധാരണ ക്യൂ ഉണ്ട്. ഇപ്പോൾ വെർച്വൽ ക്യൂവിന് 1-ാം തീയതി തൊട്ട് ജാനുവരി 1-ാം തീയതി തൊട്ട് അതിൻ്റെ അത് ഓപ്പണാക്കി. ചലച്ചിത്ര നടി ശ്രീമതി ശിവതയായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇതിൽ തന്നെ ജാനുവരി തുറക്കുന്ന ദിവസം 1 മണിക്കൂറാണ് ഓൺലൈനിൽ കൊടുത്തിട്ടുള്ളത്. അത് 8 തൊട്ട് 9 വരെ. മറ്റുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ 4 മണി തൊട്ട് വൈകിട്ട് രാത്രി 9 മണി വരെയാണ് നടക്കുന്നത്. അതിന് ഓരോ മണിക്കൂറിൻ്റെ സ്ലോട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നാൽ 23-ാം തീയതി നട അടയ്ക്കുമ്പോൾ വൈകിട്ട് 5 വരെയാണ് ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ ഇത് നിന്നുള്ളൂ. 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഇതാണ്. 7:30 വരെ ദർശനം ഉണ്ടാവും. അത് കഴിഞ്ഞ് മറ്റു ചടങ്ങുകൾക്കായി ഇത് നടയിൽ മറ്റു ചടങ്ങുകൾക്കായിട്ട് ഉപയോഗിക്കുകയും അത് 8 മണിയോടുകൂടി നട അടയ്ക്കുകയും ചെയ്യുന്നത്. ഈ ഇതിന് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ ചെയ്തിരിക്കുന്നത്. ഈ വെർച്വൽ ക്യൂവിന് നിൽക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ സാധാരണ ക്യൂവിന് നിൽക്കുന്ന ക്യൂവും ഒരു കൂടുതൽ സുരക്ഷിതമായ ഒരു ക്രമീകരണങ്ങളോടെയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള നേരത്തെയുള്ള പന്തികളൊക്കെ മാറ്റി അതിനൊരു കൂടുതൽ സ്ഥിരമായ ഒരു സംവിധാനത്തിലേക്ക് അത് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മുൻ വർഷത്തെ പോലെ തന്നെ ഈ നമ്മുടെ ഇതിൻ്റെ വേസ്റ്റ് ഇതിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ഹരിത പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുക. അതായത് ഒരു വേസ്റ്റ് താഴെ വീണ അപ്പം തന്നെ പറക്കാനായിട്ട് ഇവിടെ ആലുവ നമ്മുടെ പാലത്തിൻ്റെ അവിടെ നിന്ന് തൊട്ട് ഇവിടെയുള്ള ഈ ഭക്തജനങ്ങൾ സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലത്തും എല്ലാ റോഡുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടുകളിലും ക്യൂ ഗ്രൗണ്ടുകളിലും പാർക്കിംഗ് ഗ്രൗണ്ടുകളിലൊക്കെ ആളുകളെ നമ്മൾ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വേസ്റ്റ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വേണ്ട മുന്നറിയിപ്പ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അപ്പോഴപ്പോൾ തന്നെ അത് ബാഗുകളിലാക്കിയിട്ട് വൈകിട്ട് അത് പുറത്ത് അത് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഖരമാലിന്യവും ദ്രവമാലിന്യവും പ്രത്യേകം അത് സംസ്കരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസിൻ്റെ രീതിയിലാണെങ്കിലും അവർ വേണ്ട എക്സ്പോർട്ടുകളും ഒക്കെ ഇപ്പോൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേണ്ട പരിശോധനകളും ഒക്കെ നടത്തും. ആംബുലൻസ് സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ രീതിയിലും വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു നടന്നുറപ്പാണ് ഇത്തവണ. എല്ലാ തവണയും നമ്മൾ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. ഓരോ തവണയും വരുമ്പോഴുള്ള എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് അടുത്ത ഒരു പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ഒരു കാര്യം ചെയ്തിരിക്കുകയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഇവിടെ വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥ സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം അമ്പലം ഓൺലൈൻ വഴിപാട് ബുക്കിംഗ്, അതായത് ഓൺലൈൻ ഇതിൽ നട
കയറാനുള്ള ക്യൂ ഇതുള്ളതുപോലെ തന്നെ ഓൺലൈനായിട്ട് തന്നെ വഴിപാടുകൾ ബുക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അതിന് അവർക്ക് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെർച്വൽ ക്യൂ ഗ്രൗണ്ടിലും സാധാരണ ക്യൂ ഗ്രൗണ്ടിൽ സജ്ജീകരിച്ചിട്ടുള്ള വഴിപാട് കൗണ്ടറുകളിൽ ഒരു കൗണ്ടർ ഈ ഇങ്ങനെയുള്ള ഓൺലൈൻ ബുക്കിംഗുകാർക്ക് വേണ്ടിയിട്ട് മാറ്റി വച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ബജറ്റ് ടൂറിസം ഇതിൽപ്പെടുത്തി അവരുടെ 93 ഡിപ്പോകളിൽ ഇപ്പോൾ തന്നെ വണ്ടികളായിട്ടുണ്ട്. അതായത് ഏകദേശം 250ഓളം KSRTC ബസ്സുകൾ ഈ ബജറ്റ് ടൂറിസം പദ്ധതിയിൽ പെടുത്തി ഈ 12 ദിവസം ഇവിടെ വരും. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ 4 വണ്ടികളുണ്ട്. ആകെ 1 മണിക്കൂർ ആണ് ഈ പദ്ധതിയിലുള്ളെങ്കിലും ആ സമയത്ത് 4 വണ്ടികൾ വരുന്നത്. അപ്പോൾ അത് കൂടുതൽ ആൾക്കാർ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രൈവറ്റ് ഈ ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സ് അവരും ഓൾറെഡി വളരെയധികം ബസ്സുകൾ ഇപ്പം തന്നെ ബുക്ക് ചെയ്തു. പിന്നെ ബൾക്ക് ബുക്കിംഗ് ചെയ്യാനൊരു സംവിധാനവും ക്ഷേത്രം കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ KSRTC ടൂറിസ്റ്റ് പ്രൈവറ്റ് ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സ് അതുപോലെ തന്നെ സംഘടനകൾ SNDP, NSS, യോഗക്ഷേമ സഭ അങ്ങനെയുള്ള സഭകൾ അവർക്ക് ബൾക്കായിട്ട് ഓരോ ബ്രാഞ്ചിൽ യൂണിറ്റ് ചെയ്ത് വന്നെങ്കിൽ അതിനുള്ളൊരു സംവിധാനം 50 പേർക്ക് ഒരുമിച്ച് ബുക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനവും ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കും ഉപയോഗിക്കാവുന്ന ധാരാളം പ്രൈവറ്റ് ബസ് ടൂറിസ്റ്റ് ഓപ്പറേറ്റേഴ്സും KSRTC അത് വളരെ ഭംഗിയായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ അന്നദാനം കഴിഞ്ഞു വരുന്ന ആളുകൾ ഭക്തർക്ക് അവർക്ക് വേണ്ട ഈ അരവണ പായസം കിട്ടുന്നില്ല. അതായത് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് അവർക്ക് അരവണ പായസം വേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ അത് പുറത്തൊരു കൗണ്ടർ വയ്ക്കണമെന്നുള്ള അനേകം ഭക്തരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ അരവണ പായസം കഞ്ഞി വീഴ്ച നടത്തുന്ന അന്നദാനം നടത്തുന്ന സ്ഥലത്ത് അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ തന്നെ അവിടെ ഒരു ഈ അരവണ പായസത്തിന് മാത്രമായിട്ടൊരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്മിറ്റി ഇതിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ ഇടയ്ക്ക് അതിന് മറുപടി പറയുന്നതാണ്. 12 തൊട്ട് ആഘോഷിക്കപ്പെടുന്ന നടതുറപ്പ് മഹോത്സവത്തിന് റിസൾട്ട് പറഞ്ഞ മാതിരി തിരുവാഭരണ ഘോഷയാത്ര അബൂർ മനയ്ക്കലെ ക്ഷേത്രത്തിൽ നിന്നും 4:30 തിരുവരാണിക്കുളം ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായിട്ട് വരും. താലമേന്തിയ ബാലികമാരുടെ അകമ്പടിയോടുകൂടി വാദ്യമേളത്തോടുകൂടി ആണ് ഈ ഘോഷയാത്ര പുറപ്പെടുന്നത്. ഈ ഘോഷയാത്ര ഏതാണ്ട് ഒരു 7:15 ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗോപുരനടയിൽ വരികയും അവിടെ നിന്ന് തിരുവാഭരണം ഊരായ്മ പ്രതിനിധികളും ക്ഷേത്ര ട്രസ്റ്റ് പ്രതിനിധികളോടുകൂടി ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോവുകയും അത് മേൽശാന്തിയുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കുകയും മേൽശാന്തി അത് ചാർത്തിയതിന് ശേഷം 8 മണിയോടുകൂടി നട തുറക്കും. ഈ 12-ാം തീയതി 8 മണിയോടുകൂടി നട തുറക്കുന്നതോടുകൂടി ഈ തിരുവൈരാണിക്കുളം പ്രദേശത്ത് ഒരു ഉത്സവ ലഹരി ആയിരിക്കും. അതിനുള്ള ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു കർത്തവ്യം. അതിന് അവർക്ക് സൗകര്യപൂർവ്വം ദർശനം നടത്തുന്നതിന് ക്യൂ സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ദേവിയുടെ പ്രധാന വഴിപാടുകളായ പട്ട്, താലി, മഞ്ഞൾപ്പറ, എള്ളുപറ, തൊട്ടിൽ നിവേദ്യം എന്നിവ ക്യൂവിൽ നിന്ന്
അവർക്ക് വാങ്ങിക്കാവുന്ന സൗകര്യം ചെയ്തിട്ടുണ്ട്. ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നവർക്ക് ചാർത്തിയ പട്ട്, അരവണം, അപ്പം നിവേദ്യം, അവിൽ നിവേദ്യം, ഈ വഴിപാട് കഴിഞ്ഞ പ്രസാദ കിറ്റ് എല്ലാം കൂടെ ചേർത്ത് പ്രസാദ കിറ്റ് ഇതെല്ലാം കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം കൗണ്ടറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം സൗകര്യപൂർവ്വം അവർക്ക് വാങ്ങിച്ച് പോകാം. വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രസാദ വിതരണം, കഞ്ഞി, പുഴുക്ക്, അച്ചാർ ഇവ തൊട്ടടുത്തുള്ള അന്നദാന മണ്ഡപത്തിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടാതെ ഇവരുടെ സുരക്ഷിതത്തിനായി ഈ ക്ഷേത്ര പരിസരം മുഴുവൻ ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും. നമ്മുടെ തൊട്ടടുത്തുള്ള കാലടി സ്റ്റേഷനിലുള്ള പോലീസുകാരും ആലുവ പെരുമ്പാവൂർ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരും ഇവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അഹോരാത്രം വർക്ക് ചെയ്യുന്നതാണ്. കൂടാതെ 1700 വാളണ്ടിയർമാർ ഈ ക്ഷേത്ര ഉത്സവത്തിന് വേണ്ടി വർക്ക് ചെയ്യും. വിവിധ കൗണ്ടറുകളിലും വിവിധ സ്ഥലങ്ങളിലുമായി ഇവർക്ക് പ്രത്യേകം ഭക്ഷണ സൗകര്യം, ക്യാൻറ്റീൻ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ നടുതുറപ്പിൻ്റെ വിജയത്തിനായിട്ട് അന്നന്ന് നടക്കുന്ന വിഷയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ നമ്മളോടൊപ്പം സഹകരിക്കുന്ന പത്രമാധ്യമ രംഗത്തെ സുഹൃത്തുക്കളും മറ്റു ആരോഗ്യവകുപ്പ്, പഞ്ചായത്ത് ഇങ്ങനെയുള്ള വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരും നമ്മളോടൊപ്പം മുൻകാലങ്ങളിലും സഹകരിച്ചിട്ടുണ്ട്. വീണ്ടും അവരുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടും ഈ വരുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നമ്മളോടൊപ്പം നിങ്ങളുമുണ്ടെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.